ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ഞാനൊരു ചെറിയ വേദഭാഗം വായിച്ചിട്ട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ തർക്കിക്കാൻ എവിടെ? അതല്ല ആന്റി, അപ്പോസ്തലനായ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അതല്ലേ? അടുത്തോട് വായിച്ചു. മുമ്പേ ദുഷ്ടപ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. മതി. അതിന്റെ ഒരു വാക്യം കൂടെ മേളിൽ നിന്ന് ഞാൻ വായിക്കാം. അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മുമ്പേ ആരായിരുന്നു, ഇപ്പൊ നമ്മൾ ആരാ, ഇനി നമ്മൾ എന്തായി തീരും? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമ്മൾ മുമ്പേ നമ്മുടെ ദുഷ്പ്രവൃത്തികൾ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നവരായിരുന്നു. എല്ലാവരും അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ജനിച്ചപ്പം തൊട്ട് പെർഫെക്റ്റ് ഒന്നുമല്ല, പാപികളും ദോഷികളുമായിരുന്നു നമ്മളെ എങ്ങനെയാണ് നമ്മളെ മക്കളാക്കി തീർത്തത്? അവന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു നമ്മളെ തന്റെ പുത്രന്റെ മരണത്താല് പിതാവിനോട് നിരപ്പിച്ചു. പിതാവിൽ നിന്ന് നമ്മൾ അകന്നവരായിരുന്നു. ആ പിതാവിനോട് നിരപ്പിപ്പാന് യേശു ക്രിസ്തുവിന് മനസ്സ് തോന്നി. അപ്പൊ നമ്മൾ അത് തിരിച്ചറിയണം. നമ്മൾ മുമ്പേ നമ്മുടെ ഒരു പഴയ മനുഷ്യനുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ചിലരിപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഞാന് നല്ലത് പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുമായിട്ട് സംസാരിക്കും, എന്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ. കാരണം എന്തെങ്കിലും ഒരു പരസ്പരം സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലർ പറയും എന്റെ പഴയ സ്വഭാവത്തിന്. അതിപ്പോ കാരണം അവര് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്കറിയത്തില്ല. ദേഷ്യം വരുമ്പോ ചിലർ പറയും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നല്ലത് പറയും. കോപിക്കാന് നമുക്ക് അവകാശമില്ല. അത് പഴയ നമ്മുടെ സ്വഭാവം, അത് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് സമാധാനം. ലോകം തരുന്ന സമാധാനമല്ല, കർത്താവിനെ നമ്മളോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, ഞാൻ സമാധാനം നിലനിർത്തത്തുള്ളൂ. ഈ ലോക രാജ്യങ്ങൾ പല സമാധാനം അല്ല നേർച്ച കാഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ പല കാര്യങ്ങൾ കൊണ്ട് സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം നിലനിൽക്കുന്ന, ഞാൻ തരുന്ന സമാധാനം വേറൊരാൾക്ക് എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. അതാണ് ഇതിൽ കൂടെ പറഞ്ഞിരിക്കുക. അവൻ സ്വന്തം ശരീരത്തിൽ അവന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളൊക്കെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഒക്കെ ഞാൻ പറയുന്ന പോലെ ഇനിയൊരു ക്രൂശ് മരണമില്ല. ഇതൊക്കെ നമുക്ക് ഇനി ഓർക്കാനേ ഒക്കത്തുള്ളൂ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവരെ മുമ്പ് ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ പുറപ്പെടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് സാധാരണ നമ്മൾ പാട്ട് പാടുമ്പോൾ ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലം വരും.
നമ്മുടെ ഓർമ്മ പ്രായ കൂടുതലായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അപ്പൊ നമ്മൾ ഹൃദയസ്ഥമാക്കുക. അത് നമ്മുടെ ജീവിതത്തെ വഴി നടത്തണം. നമ്മൾ കണ്ണ് കാണാൻ വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ ദിവസം വായിക്കാൻ പോകും. വേറെ ആരെങ്കിലും വായിക്കുമ്പോൾ അത് കേൾക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ കാഴ്ചയുള്ളപ്പോഴ്, കണ്ണിന് കാഴ്ചയുള്ളപ്പോഴ് അത് നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം ദൈവത്തിന്റെ വചനം. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല, എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നാലും തീരത്തില്ല. എത്ര നേരം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്താലും നമ്മൾ അത് കടന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് ചെലവഴിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പലരിൽ നിന്ന് നമ്മൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം. കാരണം ശത്രുക്കളായിരുന്നു നമ്മൾ ദൈവവുമായിട്ട്. ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. തന്നെ പോലെ തന്നെ ആയിരിക്കാനും അവനെ സ്തുതിച്ച് എല്ലാ സൗകര്യങ്ങളോടും, രോഗമില്ല, ദുഃഖമില്ല, പ്രയാസമില്ലാത്ത ഒരു ജീവിതത്തിൽ കൂടെയാണ് ദൈവം ജീവിതം ആഗ്രഹിച്ചാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നാൽ അതിൽ നിന്നൊക്കെ തെറ്റി, അതൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ പ്രവാചകന്മാരെയും ഒക്കെ പലരെ അയച്ചു മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട്. ഒന്നും സാധിക്കാതെ വന്നപ്പോഴാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അവർ ചിന്ത നമ്മളെയൊക്കെയും ഭരിക്കണം. നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്നല്ലോ അല്ല ഞാൻ പറയുന്നു. ഈ നാളുകളിൽ കേൾക്കുന്ന വചനങ്ങളും സാക്ഷിയും ഇതൊക്കെ നിൽക്കുന്ന ഒരു കാലം വരുമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ അവസരം കിട്ടുമ്പോൾ ആ ബലം നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ പറയത്തില്ലേ, വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നു. അപ്പൊ ദൈവവചനം എന്ന ആ പ്രതിരോധം കൊണ്ട് നമ്മൾ നിലനിൽക്കാനായിട്ട് കഴിയണം. അത് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ പറയത്തില്ലേ, ചിലര് പറയും ഈ ലോകത്തിന് അനുരൂപരായി തീരരുത്, ഈ ലോകത്തിന് അനുരൂപരായി തീർത്ത് എല്ലാവരും അങ്ങനെയൊക്കെയാ എന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകണമെന്നല്ലോ. ഒരു ദൈവ പൈതല് എവിടെ കടന്നു ചെന്നാലും ദൈവനാമത്തെ ഉയർത്തുവാനായിട്ട് നമുക്ക് ഒരു ചെറിയ നമ്മൾ പറയത്തില്ല, പണ്ടൊക്കെ ഈ മിന്നാമിനിങ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. അപ്പൊ അന്നൊക്കെ ഈ ഞങ്ങളുടെ ഈ ദേശത്ത്, പ്രത്യേകിച്ച് തുരുത്തിക്കാട് ഏരിയയിലൊക്കെ നടന്നു പോകുമ്പോൾ വൈകിട്ട്, അപ്പൊ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അന്ന് ചൂട്ടുകറ്റ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇപ്പൊ ചിലർക്കൊക്കെ അറിയാം, ഇങ്ങനെ വീശിയൊക്കെ അത് മഴയോ വല്ലതും ആണ് അതും കിട്ടും, അതൊന്നും കത്തത്തില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ മിന്നാമിനിങ് എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിന്നുമ്പോൾ ഞാൻ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അതിന്റെ പ്രകാശം കാണുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങും, പിന്നെയും ഏതെങ്കിലും ഒന്ന് ഒരു ചെറിയ പ്രകാശം കാണുമ്പോൾ കുറച്ചുകൂടെ നീങ്ങും. അങ്ങനെയൊക്കെ ചെയ്ത നടന്ന കാലങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പേടിയുണ്ട്, അന്നൊക്കെ ഒത്തിരി പേടിയുണ്ട്, വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ. ഞാൻ പറഞ്ഞത് ഇന്നിപ്പം എവിടെ ചെന്നാലും പ്രകാശം, നല്ല ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ആ മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ ഒരു ദൈവ പൈതല് കർത്താവിനെ ഉയർത്തുമ്പോഴ്, പാടുമ്പോഴ്, വചനം വായിക്കുമ്പോഴ്, സാക്ഷ്യം പറയുമ്പോഴ് ഒക്കെയും കർത്താവിന്റെ നാമം ഉയരണം. മുമ്പേ ടോംബ്രദർ പറഞ്ഞാൽ എന്നെ കണ്ടാൽ എന്തോ ചെയ്യാൻ, കർത്താവിനെ കാണും. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ആരാ പറയുന്നുള്ളതല്ല, അതിലുപരിയായിട്ട് എന്നേക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിനെ കാണുവാനായിട്ട് നമുക്കൊക്കെ കഴിയണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കൂടി വരുമ്പോൾ, ഓരോ ഫംഗ്ഷനുകൾ പോകുമ്പോൾ, അപ്പോൾ ദൈവം നമ്മളെ ആരെയെങ്കിലും മുന്നേ നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ടാക്കും. അപ്പൊ അവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ ചിലർ പറയും കാലാവസ്ഥ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ അമേരിക്കയിൽ നിന്ന് വോയിസ് ക്ലിപ്പ് ഇട്ടാണ് പറഞ്ഞു, അപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട്, ചൂടൊക്കെ എങ്ങനെയുണ്ട്. അപ്പൊ അവിടുന്ന് പറയുന്നവരൊക്കെ പറഞ്ഞു ഭയങ്കര ചൂടാ, ഒരു പ്രകാരം അവിടെ ജീവിക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ തങ്കച്ചനങ്ങൾ പറഞ്ഞു, ഞാൻ ശാന്തമായിട്ട് ചൂടൊക്കെ ഉണ്ട്, ഞാൻ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു ചൂടുണ്ട്, വേർക്കും, കൂടുതൽ വേർക്കുകയൊക്കെ ചെയ്യും. അവിടെ ആണെങ്കിൽ വേർക്കത്തില്ല, അമേരിക്കയിൽ നല്ല AC കകത്തിരിക്കും, നല്ല സുഖമായിട്ടിരിക്കുക. ഇവിടെ വേർക്കും ചൂടൊക്കെ ഉണ്ട്, വളരെ ശാന്തം. അപ്പൊ അവർ തിരിച്ചു റിപ്ലൈ തന്നു, ആന്റി പറഞ്ഞു അത് ശാന്തമായിട്ട് അങ്ങനെ പറഞ്ഞല്ലോ. വേറെ സാറിനെ അവിടുന്ന് വിളിക്കുമ്പോഴൊക്കെ എല്ലാരും പറയും ഭയങ്കര ചൂടാ, അവിടെ അപ്പടി കുഴപ്പമാ, എങ്ങനെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ അനുഭവം പറഞ്ഞു. നമുക്ക് ചൂടിന്റെ നടുവിലും തണുപ്പിന്റെ നടുവിലും ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തും. ഇല്ല കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ നമുക്കൊക്കെ അറിയാം. അതിനെ കുറിച്ച് സെർച്ച് ചെയ്യാനല്ല നമ്മളെ ദൈവം ലോകത്തിലാക്കിയിരിക്കുന്നത്, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ. കർത്താവ് ഏത് സാഹചര്യത്തിലും അനേകർ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ നാമത്തെ അനേകർ ദൈവഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത്
ഒരു വശത്ത് അനേക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യുദ്ധം ഇതൊക്കെ അറിയാമല്ലോ. ഈ വേൾഡ് സംഭവങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇതിന്റെ എപ്പോഴാണ് കർത്താവ് വരുന്നത്? അവൻ വരുമ്പോൾ, കാരണം വലിയ വില കൊടുത്താ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, വലിയ വില കൊടുത്ത്. ഇതുപോലെ ആരും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഈ ലോകത്തില് താൽക്കാലികമായ ജീവിതം നയിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ദേശം ഒരുക്കുന്നു. ഈ ജഡത്തിലായിരിക്കുമ്പോൾ പ്രയാസങ്ങളും രോഗങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ നടുവില് പ്രത്യാശയായിട്ട് കളയാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അപ്പൊ മുമ്പിലത്തെ അവസ്ഥ നമ്മള് നമ്മുടെ പ്രീവിയസ് ലൈഫ്, ഇപ്പൊ പ്രസന്റ് ലൈഫ്, ഇപ്പം നമ്മൾ എങ്ങനെ പോകുന്നു? ഇപ്പം ദൈവം ജീവോത്സവമായി നടത്തും. ടോം ബ്രദർ പറയുമ്പോഴൊക്കെ പറയും നമ്മളെ ജീവോത്സവമായി നടത്തും. FS11 വെച്ച് പറയും. അപ്പോ നമ്മളെ ജീവോത്സവമായി നടത്തുന്ന ഒരു കർത്താവുണ്ട് പ്രതിസന്ധികളുടെ നടുവ്. നിങ്ങളൊക്കെ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിന്റെ നടുവിലും ദൈവം നീക്കുപോക്കുകൾ തന്ന് നമ്മളെയൊക്കെ ഈ ലോകത്തിലാക്കിയിരിക്കും. ദൈവം നീക്കുപോക്ക്, രോഗത്തിന്റെ പ്രയാസം, ഹോസ്പിറ്റലിൽ കയറേണ്ടി വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യാത്ര ബുദ്ധിമുട്ടുകളൊക്കെ വരിക, അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞതായി ലോകം. യോബിന്റെ ജീവിതമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരല്ലേ. യോബ് അന്നേരം ഒടുവിൽ പറയോ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ മനസ്സിലാക്കുന്നു. അത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ അവന്റെ കൃപ, അവന്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കും. നമ്മുടെ കഴിവിലൊന്നുമല്ല, നമ്മുടെ ആരോഗ്യമോ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മസില് അല്ലെ അതുപോലെ എവിടെയും എത്തിപ്പെടാൻ പറ്റും. എന്നാ അങ്ങനെയല്ല. ഇതൊക്കെ തരുന്ന ദൈവത്തെ തിരിച്ചറിയാതെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് കഴിയണം. അതിന് വചന കേൾവിയൊക്കെ മുഖാന്തരമായി തീരണം. അപ്പൊ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിർമ്മിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്, യഹോവയായ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. അങ്ങനെയാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവണം. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും കേട്ടോ. മുമ്പേ നമ്മുടെ പഴയ മനുഷ്യൻ, ഞാൻ പറഞ്ഞതുപോലെ പഴയ മനുഷ്യൻ, പഴയ സ്വഭാവം, അത് ദൈവത്തിൽ നിന്നാകുന്ന ഒരു അവസ്ഥയായിരുന്നു. മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ടും ദുഷ്പ്രവൃത്തി. നമ്മൾ വലിയ കുറ്റങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല, പക്ഷെ ദുഷ്പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത പ്രവൃത്തികള്, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവര് ശത്രുക്കളുമായിരുന്നു. ദൈവവുമായിട്ടുള്ള ശത്രു. മറ്റുള്ളവർ നമുക്ക് ശത്രു ഉണ്ടോ ഈ ലോകത്തിൽ? നമ്മളെ ചിന്തിച്ചിട്ട് നമ്മൾ ശത്രുക്കളുണ്ട്. നമുക്ക് ചിലർ പറയും, ഒയ്യോ എനിക്ക് അവനോട് അയ്യോ എനിക്ക് കാണുമ്പോഴേ അങ്ങ് തല തിരിച്ച് ഞാനങ്ങ് പോകും, ആളിനോട് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, തല വെട്ടിച്ച്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ചിലര്. അപ്പോ ഞാനും ചിലപ്പോ ഒന്നും മിണ്ടാവുന്ന കണ്ട് ചെല്ലുന്നോണ്ട് ചിലര് അങ്ങ് തല ഇങ്ങനെ വെട്ടി അങ്ങ് മാറ്റും. എന്തായാലും ഹായ് എന്ന് പറയും, ഒന്ന് സ്നേഹത്തോടെ ഒന്ന് എന്തോട്ട് സോദര, അപ്പോഴത്തേന് തല ഇങ്ങനെ വെട്ടിച്ച് അങ്ങ് പോകുന്നതാണ് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മള് അവന്റെ മുമ്പിൽ നമ്മളെ മുമ്പേ ദുഷ്പ്രവൃത്തികളെ മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായി നിങ്ങളെ അവന്റെ മുമ്പിൽ എങ്ങനെ ആക്കണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടത്. മുമ്പേ ദൈവവും പിതാവായ ദൈവവുമായിട്ട് ശത്രുക്കളായിരുന്നു നമ്മൾ. അവരെ ശത്രുക്കളായിരുന്നു. നമ്മളെ വിശുദ്ധരാക്കണം. മിത്രമാക്കണമെന്നല്ല പറഞ്ഞു, വിശുദ്ധരാക്കണം. നമ്മളൊക്കെ വിശുദ്ധരാക്കണം. നമ്മളൊക്കെ ഓരോ വിശുദ്ധന്മാരാ. കളങ്കമില്ലാത്തവരായിട്ടും. പുറമെ ഒന്ന് പറയുന്നു, മനസ്സിൽ വേറൊന്നും കൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയും. കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ കണ്ടോ, യേശു ക്രിസ്തു തന്റെ ജഡശരീരത്തില് ഇതെല്ലാം ഏറ്റെടുത്തു, തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതെല്ലാം ഇപ്പൊ എല്ലാം നോർമലാക്കി ഇരിക്കുക. അപ്പൊ അതാണ് ആ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള പ്രസാദം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടിൽ പാടും. നമ്മൾ പഴയ ഒരു പാട്ടിൽ പാടും, വന്നേടുവേ യേശുപാദം ചേർന്നേടുവേ, പാപത്തെ ഓടിയിടുവേ, വരുന്നാരെയും ഒരു നാളും
തള്ളുകയില്ലെന്നുരച്ചു യേശു. വരുന്നാരെയും ഒരു നാളും തള്ളുകയില്ലെന്നുരച്ചു യേശു. വന്നിടുവേൻ യേശുപാദം ചേർന്നിടുവേൻ, പാപത്തെ വിട്ടോടിയിടുവേൻ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല ഈ പാട്ടൊക്കെ, പഴയ പാട്ടാ. എന്നാല് നമ്മൾ യേശുവിന്റെ പാദപീഠത്തെങ്കിലും അടുത്ത് വരണം. ഈ നാളുകളിലൊക്കെ കേൾക്കുന്ന വചനങ്ങള്, സാക്ഷ്യങ്ങളൊക്കെ അവന്റെ പാദപീഠത്തിലെ കൂടുതൽ ചേർന്ന് വരുവാനായിട്ട്, നമ്മുടെ പാപത്തെയൊക്കെ വിട്ട് ഓടി ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ചെറിയ വചനങ്ങള് ഈ നാളുകളിലൊക്കെയും പലരിൽ നിന്ന് ആര് പറയുന്നു, എവിടെ പറയുന്നു, ഏത് ഡിനോമിനേഷനാണ്, അതിലുപരിയായിട്ട് എന്റെ യേശു അവന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. എന്നെ ഇതുവരെയും കേട്ടുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തില് ദൈവസ്നേഹത്തിൽ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.